നമുക്ക് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 ചെറിയ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. അത് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് കുറച്ച് 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ബീട്രൂട്ടില്ലേ അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ബീട്രൂട്ട് വേകുന്ന വരെ ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുവാണ് കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഇതിന് ഈ പാത്രത്തിന് പറ്റിയ മൂടിയില്ലാത്തതുകൊണ്ട് അത്യാവശ്യം വലിയ മൂടിയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ കരിയക്കണ്ട കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് തേങ്ങ ഒരു കപ്പ് തേങ്ങയിലോട്ട് നല്ല ജീരകം 1 ടീസ്പൂണും പിന്നെ 2-3 ചുവന്നുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വെള്ളം ചേർത്ത് അരച്ച് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് ചൂടായത് കഴിയുമ്പോൾ നല്ല കട്ട തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയ 2-3 തള വന്നു കഴിയുമ്പോൾ അത് ഓഫ് ചെയ്യുക. അതിനുശേഷം വേറൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വറ്റൽമുളകും വേപ്പിലയും കൂടി ചൂടാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചടി റെഡിയായി. ശരിക്കും ഓണത്തിന് അപ്ലോഡ് ചെയ്യാൻ വെച്ചിരിക്കുന്ന വീഡിയോ ആയിരുന്നു, അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും പിന്നീടാണെങ്കിലും എപ്പോഴാണെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതേപോലത്തെ വീഡിയോസ് ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും പോയി കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ബൈ.